ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം BSCയുടെ വീക്കിലി കറണ്ട് അഫയർ സെക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ആ ദിവസം ഇപ്രാവശ്യം നമ്മൾ 2024 സംസ്ഥാന വനിതാരത്ന പുരസ്കാരങ്ങൾ നൽകിയിരിക്കുകയാണ്. സംസ്ഥാന വനിതാരത്ന പുരസ്കാരങ്ങൾ 4 വ്യക്തികൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ സംസ്ഥാന വനിതാരത്ന പുരസ്കാരങ്ങൾ ആർക്കൊക്കെ ലഭിച്ചു എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ വ്യക്തി ട്രീസ ജോളിയാണ്. 2 വിജയ് പെൺകൂട്ട്, 3 ജിലുമോൾ മാരിയേറ്റ് തോമസും, 4 അന്നപൂർണി സുബ്രഹ്മണ്യം. ഈ 4 വനിതകൾക്കാണ് സംസ്ഥാന വനിതാരത്ന പുരസ്കാരങ്ങൾ നൽകിയിരിക്കുന്നത്. അതിലൊന്ന് ട്രീസ ജോളി അല്ലെ. ട്രീസ ജോളി ഏതാണ് കായിക ഇനമെന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് കായിക ഇനം? ട്രീസ ജോളി ബാഡ്മിന്റൺ ആണ് അല്ലെ. ബാഡ്മിന്റൺ ആണ് ട്രീസ ജോളി കായിക ഇനം. 2024 നടന്ന മലേഷ്യ വനിതാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിലെ ട്രീസ ജോളി നമുക്ക് എന്തുകൊണ്ടുവരികയാണ്? സ്വർണം നേടിയ വ്യക്തിയും കൂടിയാണ് ട്രീസ ജോളി. പിന്നെ അറിയേണ്ട മറ്റൊരു കാര്യമായിരുന്നു 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇരട്ട മെഡൽ നേടുന്ന ആദ്യ വനിതാ ബാഡ്മിന്റൺ മലയാളി താരം കൂടിയാണ് ട്രീസ ജോളി എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, രണ്ടാമത് ലഭിച്ചിരിക്കുന്നത് ഒരു വിജി പെൺകൂട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ്. വിജി പെൺകൂട്ട് അസംഘടിത മേഖലയിൽ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് വിജി പെൺകൂട്ട്. പെൺകൂട്ട് എന്ന് പറയുന്ന സംഘടനയുടെ സ്ഥാപകയും കൂടിയാണ് വിജി പെൺകൂട്ട് എന്ന് പറയുന്നത്. ഇനി ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിജിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, 2018 BBC ലോകത്തിലെ ഏറ്റവും മികച്ച 100 വനിതകളെ തെരഞ്ഞെടുത്തതിൽ കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വനിതയും കൂടിയാണ് വിജി പെൺകുട്ടി എന്ന് പറയുന്ന വ്യക്തി. 2018 BBC സ്വാധീനിച്ച 100 വനിതകളെ തെരഞ്ഞെടുത്തപ്പോൾ അതിൽ കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വനിതയും കൂടിയാണ് വിജി പെൺകുട്ടി എന്ന് പറയുന്നത്. പെൺകുട്ടി എന്ന് പറയുന്നത് അവരുടെ സംഘടനയുടെ പേരും കൂടിയാണ്. മൂന്നാമത്തെ വ്യക്തി നമുക്കറിയാം ജിലുമോൾ മാരിയേറ്റ് തോമസ് എന്ന് പറയുന്നത്. ജിലുമോൾ ജന്മനാൽ 2 കൈകളും ഇല്ലാത്തൊരു വ്യക്തിയാണ്. നമ്മൾ മുൻകാല ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് 2 കൈകളില്ലാത്ത ഒരു പെൺകുട്ടിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുകയാണ്. അതും ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ട് കാർ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ച വ്യക്തിയും കൂടിയാണ് ജിലുമോൾ മാരിയേറ്റ് തോമസ് എന്ന് പറയുന്നത്. നാലാമത്തെ ഒരു വ്യക്തി അന്നപൂർണി സുബ്രഹ്മണ്യം അല്ലെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിന്റെ ഡയറക്ടറാണ് അന്നപൂർണി സുബ്രഹ്മണ്യം എന്ന് പറയുന്ന വ്യക്തി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിന്റെ ഡയറക്ടറാണ്. ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ബാംഗ്ലൂരിലാണ് ആസ്ഥാനമായിട്ട് വരുന്നത്. അപ്പൊ ഈ 4 വ്യക്തികൾക്കാണ് സംസ്ഥാന വനിതാരത്ന പുരസ്കാരങ്ങൾ നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മളോട് ചോദ്യം വരാം, താഴെ തന്നിരിക്കുന്നതിൽ സംസ്ഥാന വനിതാരത്ന പുരസ്കാരം ലഭിക്കാത്ത വ്യക്തി എന്നൊരു ക്വസ്റ്റ്യനും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നാം നോക്കിക്കോളൂ, അടുത്ത ക്വസ്റ്റ്യനോട് നോക്കാം. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ യൂത്ത് ഐക്കൺ അവാർഡ് 2023-2024 കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ അവാർഡ് 2023-2024 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രധാനമായിട്ടും 6 വ്യക്തികൾക്കാണ് നമുക്കിത് നൽകിയിരിക്കുന്നത്. അതിലൊന്ന് ബേസിൽ ജോസഫ്, മറ്റൊന്ന് അഖിൽ കെ, ആൻസി സോജൻ, അശ്വിൻ പരവൂർ, സജീഷ് KV, ശ്രീനാഥ് ഗോപിനാഥ് ആണ്. ബേസിൽ ജോസഫ് നമുക്കറിയാം. ബേസിൽ ജോസഫ് സാംസ്കാരികമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ബേസിൽ ജോസഫ് എന്ന് പറയുന്നത് അല്ലെ. രണ്ടാമതൊരു വ്യക്തിയാണ് അഖിൽ കെ. അഖിൽ കെയുടെ മേഖല ചോദിച്ചു കഴിഞ്ഞാൽ സാഹിത്യമാണ് മേഖല. അദ്ദേഹം സാഹിത്യമാണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സാഹിത്യം കഥാസമാഹാരമുണ്ട്, നീലച്ചടയനാണ്. അഖിൽ കെയുടെ ഒരു കഥാസമാഹാരം കൂടിയാണ് നീലച്ചടയൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു വ്യക്തിയാണ് ആൻസി സോജൻ നമ്മൾ പഠിച്ചൊരു വ്യക്തിയും കൂടിയാണ് ആൻസി സോജൻ. 2022 ഏഷ്യൻ ഗെയിംസിൽ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിത്തന്ന വ്യക്തിയാണ് ആൻസി സോജൻ. അപ്പൊ ആൻസി സോജൻ ഏതാണ് കായികം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ലോങ് ജമ്പ് ആണ്. മറ്റൊരു വ്യക്തിയാണ് അശ്വിൻ പരവൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി. അശ്വിൻ പരവൂർ ആണ് അല്ലെ. 12 വർഷമായിട്ട് മത്സ്യകൃഷിയിൽ മേൽനോട്ടം നൽകി ജീവിക്കുന്ന അല്ലെങ്കിൽ മത്സ്യകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അശ്വിൻ പരവൂർ എന്ന് പറയുന്ന വ്യക്തി. അടുത്തൊരു വ്യക്തി സജീഷ് KV എന്ന് പറഞ്ഞു. സജീഷ് KV ഓക്കെ. കേരളത്തിൽ തന്നെ സ്വന്തമായിട്ട് സർജിക്കൽ എക്യുപ്മെന്റ്സ് ഉപകരണങ്ങൾ, ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി സർജിക്കൽ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിയുടേതാണ്
സജീവ് കെ വി. അപ്പൊ സജീവ് കെ വി ഏതാണ് മേഖല? വ്യവസായമാണ് മേഖലയായിട്ട് വന്നത്. മറ്റൊരു വ്യക്തിയാണ് ശ്രീനാഥ് ഗോപിനാഥ് എന്ന് പറയുന്നത്. ശ്രീനാഥ് ഗോപിനാഥ്. ഓക്കെ, ശ്രീനാഥ് ഗോപിനാഥ് സൈബർ സുരക്ഷാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ശ്രീനാഥ് ഗോപിനാഥ്. ഈ കോവിഡ് നടക്കുന്ന സമയത്ത് ഓൺലൈൻ കലോത്സവം എന്ന ആശയം, ഓൺലൈൻ കലോത്സവം എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയും കൂടിയാണ് ശ്രീനാഥ് ഗോപിനാഥ്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരള ഹൈക്ക് റൺ എന്ന് പറയുന്ന യാത്ര സംഘടിപ്പിച്ച വ്യക്തിയും കൂടിയാണ് ശ്രീനാഥ് ഗോപിനാഥ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൺലൈൻ കലോത്സവം എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ശ്രീനാഥ് ഗോപിനാഥ്. മറ്റൊന്ന് കേരള ഹൈക്ക് റൺ എന്ന് പറയുന്ന യാത്ര കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തിയൊരു വ്യക്തിയും കൂടിയാണ് ശ്രീനാഥ് ഗോപിനാഥ്. അപ്പൊ കേരള സംസ്ഥാന യുവജന കമ്മീഷൻ യൂത്ത് ഐക്കൺ അവാർഡ്, അവരുടെ മേഖലകൾ ഒന്ന് ഓർക്കുക. അപ്പൊ ബേസിൽ ജോസഫ് നമുക്കറിയാം ഏതാണ് മേഖല? കലാ സാംസ്കാരിക മേഖലയാണ്. പിന്നെ പറഞ്ഞു അഖിൽ കെ ഏതാണ് മേഖല എന്ന് ചോദിച്ചാൽ സാഹിത്യമാണ്. ആൻസി സോജൻ കായികമാണ്. പിന്നെ പറഞ്ഞു അശ്വിൻ പരവൂർ കൃഷിയാണ് മേഖല. മത്സ്യജല കൃഷിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അശ്വിൻ പരവൂർ. സജീഷ് കെ വി വ്യാവസായികമാണ്. ആരോഗ്യ മേഖലയിലെ സർജിക്കൽ എക്യുപ്മെന്റ്സ് നിർമ്മിക്കുന്ന വ്യക്തിയാണ് സജീഷ് കെ വി എന്ന് പറഞ്ഞു. ശ്രീനാഥ് ഗോപിനാഥ് സാമൂഹ്യ സേവനം, അദ്ദേഹത്തിന്റെ മേഖല ഈ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീനാഥ് ഗോപിനാഥ് എന്ന് പറയുന്ന വ്യക്തി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. പൊതുജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ കേരള സർക്കാർ നൽകുന്ന അരി ഏതെന്നാണ് ക്വസ്റ്റ്യൻ. പൊതുജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ കേരള സർക്കാർ നൽകുന്ന അരിയാണ് കെ റൈസ് എന്ന് പറയുന്നത്, അല്ലെ? കേരളത്തിൽ സിവിൽ സപ്ലൈ അല്ലെ ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി നമുക്കറിയാം GR അനിലാണ്. ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ പൊതുജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ കേരള സർക്കാർ നൽകുന്ന അരി ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? കെ റൈസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി അടുത്ത ദിവസം നോക്കിക്കേ. അമിതഭാരം കയറ്റിവരുന്ന വാഹനങ്ങൾ പിടികൂടാൻ വിജിലൻസിന്റെ മിന്നൽ പരിശോധന ഏത് ഓപ്പറേഷൻ എന്നാണ്? അമിതഭാരം കയറ്റി വരുന്ന വാഹനങ്ങൾ പിടികൂടാൻ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന അറിയപ്പെടുന്ന പേര് ഓപ്പറേഷൻ ഓവർലോഡ് എന്ന പേരിലാണ്. നമുക്കത് സിമ്പിളായിട്ട് കിട്ടും. വാഹനങ്ങളിൽ ഓവർലോഡായിട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെ വിജിലൻസ് നടത്തിയ ഒരു പരിശോധനയാണ് ഓപ്പറേഷൻ ഓവർലോഡ് എന്ന് പറയുന്നത്. അടുത്ത ദിവസം നോക്കിക്കോളൂ. ഭക്ഷണത്തിൽ പഞ്ചസാര, ഉപ്പ്, എണ്ണ ഒപ്പം കൃത്രിമ നിറങ്ങൾ എന്നിവയുടെ ഉപയോഗം നിയന്ത്രിക്കുവാൻ മലപ്പുറം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതി എന്നതാണ് ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി പറയുന്നു. ഭക്ഷണത്തില് പഞ്ചസാര, ഉപ്പ്, എണ്ണ ഒപ്പം കൃത്രിമ നിറങ്ങൾ എന്നിവയുടെ ഉപയോഗം നിയന്ത്രിക്കുവാൻ ലക്ഷ്യമിട്ട് ഏത് ജില്ലയാണ്? മലപ്പുറം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതി നെല്ലിക്കയാണ്. നെല്ലിക്ക അല്ലെ? നെല്ലിക്ക നമുക്കറിയാം വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നതും കൂടിയാണ് നെല്ലിക്കയില്. അപ്പൊ ഭക്ഷണത്തിൽ എന്തിന്റെയൊക്കെയാണ്? പഞ്ചസാര, ഉപ്പ്, എണ്ണ, കൃത്രിമ നിറങ്ങൾ എന്നിവയുടെ ഉപയോഗം നിയന്ത്രിക്കുവാൻ മലപ്പുറം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നെല്ലിക്ക പദ്ധതിയാണ്. ഇനി മറ്റൊരു പ്രധാന ക്വസ്റ്റ്യൻ. ലോകാരോഗ്യ സംഘടന അല്ലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിക്കുന്ന ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരം ഏതെന്നാണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിക്കുന്ന ദക്ഷിണേഷ്യയിലെ തന്നെ ആദ്യ നഗരം ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? കൊച്ചിയിലാണ് അല്ലെ? നമുക്കറിയാം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 1948 ഏത് വർഷമാണ്? 1948 ഏപ്രിൽ മാസം 7-ാം തീയതിയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സ്ഥാപിതമാവുന്നത്. WHO അങ്ങനെ വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിക്കുന്ന ദക്ഷിണേഷ്യയിലെ തന്നെ ആദ്യത്തെ നഗരം ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? കേരളത്തിലെ കൊച്ചിയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നന്നായിട്ട് നോക്കുക. നമ്മളോട് എന്ത് ചെയ്യാം? ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കിക്കോളൂ. ഈ പദ്ധതി മുന്നേ നടപ്പിലാക്കിയൊരു പദ്ധതിയാണ്. പക്ഷെ ഇതിന്റെ റിപ്പോർട്ട് സംബന്ധിച്ചായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ആഴ്ച വന്നായിരുന്നു. കേരളത്തിൽ സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയുവാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതി എന്നതാണ് ക്വസ്റ്റ്യൻ. സ്കൂൾ കുട്ടികളില് ലഹരി ഉപയോഗം തടയുവാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി എന്ന് പറയുന്നത് അല്ലെ? നേർവഴിക്ക് നയിക്കുക സ്കൂൾ കുട്ടികളെ അല്ലെ ലഹരി ഉപയോഗങ്ങൾ തടഞ്ഞുകൊണ്ട്
എക്സൈസ് ആരംഭിച്ച ഒരു പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ് പേര്? നേർവഴി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നേർവഴിയാണ്. ഈ പദ്ധതി എന്ത് ചെയ്യുക? ഒന്നുകൂടി ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ടത്തിലെ അവസാന സ്റ്റേഷൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എന്നാണ്. കേരളത്തിലെ ആദ്യ മെട്രോയാണ് കൊച്ചി മെട്രോ. 2017 ജൂൺ മാസം 17-ാം തീയതിയാണ് കൊച്ചി മെട്രോ രൂപീകരിക്കുന്നത്, അല്ലെ? കൊച്ചി മെട്രോ ആലുവ മുതൽ തൃപ്പുണിത്തുറ വരെയായിരുന്നു ആദ്യഘട്ടം. ആലുവ ടു തൃപ്പുണിത്തുറ, അല്ലെ? എറണാകുളം ജില്ലയിലെ തൃപ്പുണിത്തുറയിലാണ്. ആ തൃപ്പുണിത്തുറയുടെ അവസാന സ്റ്റേഷൻ എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് 2024 മാർച്ച് മാസം 6-ാം തീയതിയാണ്. അപ്പൊ 2024 മാർച്ച് മാസം 6-ാം തീയതിയാണ് കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ടത്തിലെ അവസാന സ്റ്റേഷൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. ഓർക്കുക, കൊച്ചി മെട്രോ വരുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് 2017 ജൂൺ മാസം 17-ാം തീയതിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കിക്കോളൂ. 2024 സർവീസ് നടത്താൻ അനുമതി ലഭിച്ച മലയാളിയായ മനോജ് ചാക്കയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനി ഏതെന്നാണ്. മലയാളിയായിട്ടുള്ള ഒരു പ്രമുഖ വ്യക്തി മനോജ് ചാക്കോ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു വിമാന കമ്പനിക്ക് 2024 ആഭ്യന്തര സർവീസിന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിക്കുകയാണ്. ആ വിമാന കമ്പനി ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫ്ലൈ 91 ആണ്. ഒരുപക്ഷെ നമ്മളോട് ചോദിക്കാം, ഫ്ലൈ 91 എന്ന് പറയുന്ന വിമാന കമ്പനി ആരംഭിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ മനോജ് ചാക്കോയാണ്. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി പറയുന്നു. 2024 സർവീസ് നടത്താൻ അനുമതി ലഭിച്ച മലയാളിയായ മനോജ് ചാക്കയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് വിമാന കമ്പനി? അത് ഫ്ലൈ 91 എന്ന് പറയുന്ന വിമാന കമ്പനിയാണ്. അദ്ദേഹത്തിന്റെ കമ്പനി ഫ്ലൈ 91 എന്ന് പറയുന്ന വിമാന കമ്പനിയാണ്. ഓക്കെ, അടുത്ത ദിവസം നോക്കിക്കോളൂ. വന്യജീവി ആക്രമണം പ്രത്യേക ദുരന്തമായിട്ട് പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. വന്യജീവി ആക്രമണം പ്രത്യേക ദുരന്തമായിട്ട് പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് കേരളമാണ്, അല്ലെ? ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമം വരുന്നത് 1972 ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമം വരുന്നു. വന്യജീവി ആക്രമണങ്ങൾ, അല്ലെ? നമ്മുടെ ഈ കഴിഞ്ഞ വയനാടിലെല്ലാം വന്യജീവി ആക്രമണങ്ങളെല്ലാം നടന്നായിരുന്നു. അത് പ്രത്യേക ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാലും ഏത് തന്നെയാണ്? കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച സംസ്ഥാനം കേരളമാണ്. അപ്പൊ വന്യജീവി ആക്രമണം പ്രത്യേക ദുരന്തമായിട്ട് പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കേരളമാണ്. കേരളം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. രാജ്യത്ത് ആദ്യമായി സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോം ഏതെന്നാണ്. രാജ്യത്ത് ആദ്യമായിട്ട് സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥ, അല്ലെ? കേരള സംസ്ഥാനത്തിന്റെ ഉടമസ്ഥയില് ആദ്യത്തെ OTT പ്ലാറ്റ്ഫോം ചോദിക്കുകയാണെങ്കിൽ സി സ്പേസ് എന്നാണ് അത് പറയുന്നത്. ഏത് പേരിലാണ്? സി സ്പേസ് എന്ന പേരിലാണ്, അല്ലെ? OTTയുടെ ഫുൾ ഫോം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഓവർ ദി ടോപ്പ് എന്നാണ്. ഓവർ ദി ടോപ്പ് എന്നാണ് OTTയുടെ ഫുൾ ഫോം അറിയപ്പെടുന്നത്. ഓവർ ദി ടോപ്പ് എന്ന പേരിലാണ്. അപ്പൊ രാജ്യത്ത് ആദ്യമായിട്ട് സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? സി സ്പേസ് ആണ്. ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ്? കേരളമാണ്. ആരംഭിച്ചത് ഏതാണ്? കേരളമാണ്. ഇനി അടുത്ത ദിവസം നോക്കിക്കോളൂ. 2024 17ാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്നാണ്? മലയാറ്റൂർ പുരസ്കാരം 2024 മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം ലഭിക്കുകയാണ്. 2024 17ാമത് മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? സാറ ജോസഫ് ആണ്. സാറ ജോസഫിന്റെ ഏത് നോവലിനാണ് 2024 17ാമത് മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് നോവൽ? എസ്തേർ എന്ന് പറയുന്ന നോവലിനാണ്. നോവൽ എസ്തേർ എന്ന് പറയുന്ന നോവലിനാണ്. ഒപ്പം 2024 17ാമത് മലയാറ്റൂർ സാഹിത്യ പുരസ്കാരത്തിൽ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ രജനി സുരേഷ് ആണ്. യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? രജനി സുരേഷ് ആണ്. ഏതാണ് രജനി സുരേഷിന്റെ കൃതി എന്ന് ചോദിക്കുകയാണെങ്കിൽ വള്ളുവനാടൻ വിഷുക്കുടുക്ക എന്ന് പറയുന്ന കൃതിയാണ്.
വള്ളുവനാടൻ വിഷുക്കുടുക്ക. അപ്പൊ 2024 17ാമത് മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സാറ ജോസഫ് ആണ്. ഇനി മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം നോവൽ വിഭാഗത്തിന് 25,000 രൂപയാണ് എന്ത് വരുന്നത്? സമ്മാന തുക. യുവ എഴുത്തുകാർക്ക് നൽകുന്ന പുരസ്കാരത്തിന്റെ സമ്മാന തുക 10,000 രൂപയാണ്. സമ്മാന തുക 10,000 രൂപയാണ്. ഓക്കെ. 23 16ാമത് മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ബെന്യാമിനാണ്. ബെന്യാമിന്റെ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന് പറയുന്ന കൃതിക്കാണ് 2023 16ാമത് മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം. യുവ പുരസ്കാരം ലഭിച്ചത് ദീപ വി കെക്കാണ്. നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ് ദീപ വി കെ. കൃതിയെ നമ്മൾ പഠിച്ചതാണ് വുമൺ ഈറ്റേഴ്സ് എന്ന് പറയുന്ന കൃതിക്കാണ് ദീപ വി കെക്ക് കൃതിക്കാണ് അദ്ദേഹത്തിന് യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് 2024 17ാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ്. വ്യക്തിയുടെ പേരെന്താണ്? സാറ ജോസഫ്. ഏതാണ് നോവൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? എസ്തേർ എന്ന് പറയുന്നതാണ്. ഒരുപക്ഷെ കൃതി തന്നിട്ട് വ്യക്തി ആര് എന്ന് വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാം. യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? രജനി സുരേഷ് ആണ്. ഏതാണ് കൃതി എന്ന് ചോദിക്കുകയാണെങ്കിൽ വള്ളുവനാടൻ വിഷുക്കുടുക്ക എന്ന് പറയുന്നതാണ് കൃതി. ഓക്കെയാണ്. അപ്പൊ നമുക്ക് അടുത്ത ദിവസത്തിലൂടെ നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. 2024 വിലാസിനി സ്മാരക നോവൽ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്നാണ്? 2024 വിലാസിനി സ്മാരക നോവൽ പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ഷാനവാസ് പോങ്ങനാടാണ്. നമുക്കറിയാം വിലാസിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് NK മേനോൻ അല്ലെ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവലായ അവകാശികൾ എഴുതിയ വ്യക്തിയാണ് NK മേനോൻ. അപ്പൊ 2024 വിലാസിനി സ്മാരക നോവൽ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഷാനവാസ് പോങ്ങനാടാണ്. എത്രയാണ് ഇതിന്റെ സമ്മാന തുക എന്ന് ചോദിക്കുകയാണെങ്കിൽ 30,000 രൂപയാണ് ഇതിന്റെ സമ്മാന തുക. 30,000 രൂപയാണ് ഇതിന്റെ സമ്മാന തുക. ഷാനവാസിന്റെ ഏത് കൃതിക്കാണ് 2024 വിലാസിനി സ്മാരക നോവൽ പുരസ്കാരം ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഷാനവാസിന്റെ നിലം തൊട്ട നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന കൃതിക്കാണ്. അദ്ദേഹത്തിന്റെ നിലം തൊട്ട നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന കൃതിക്കാണ് 2024 വിലാസിനി സ്മാരക നോവൽ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു. അപ്പൊ അടുത്ത ദിവസം നോക്കിക്കോളൂ. കേരളത്തിലെ ആദ്യ മാരിടൈം ക്ലസ്റ്ററിന്റെ വേദി എവിടെയെന്നാണ്? കേരളത്തിലെ ആദ്യത്തെ മാരിടൈം ക്ലസ്റ്ററിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? ചേർത്തലയാണ് വേദിയായിരിക്കുന്നത്. ചേർത്തല നമുക്കറിയാം ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണ് ചേർത്തല. ഇനി ആലപ്പുഴ ജില്ലയിൽ ഇതാ നോക്കിക്കോളൂ, ഒരു ഫാക്ടറി നിലയിൽ വന്നിട്ടുണ്ട്. മത്സ്യഫെഡിന്റെ കീഴിൽ സംസ്ഥാനത്തെ ആദ്യ നൈലോൺ നൂൽ ഫാക്ടറി നിലവിൽ വന്നത് എവിടെയെന്നാണ്? മത്സ്യഫെഡിന്റെ കീഴിൽ സംസ്ഥാനത്തെ ആദ്യ നൈലോൺ നൂൽ ഫാക്ടറി നിലവിൽ വരുന്നത് പുന്നപ്ര. പുന്നപ്ര ഏത് ജില്ലയിൽ തന്നെയാണ്? ആലപ്പുഴ ജില്ലയിലാണ് പുന്നപ്ര സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലൂടെ നമുക്ക് നോക്കാം. വീണ്ടും ഒരു പുരസ്കാരമാണ്. തകഴി സാംസ്കാരിക വകുപ്പിന് കീഴിലെ 2023 തകഴി പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്നാണ്? 2023 തകഴി പുരസ്കാരം 2024 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2023 തകഴി പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ NK സാനുവിനാണ്. തകഴി പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്കാണ് നൽകുന്നു. സമ്മാന തുക 50,000 രൂപയാണ് ഇതിന്റെ സമ്മാന തുകയായിട്ട് വരുന്നത്. ലഭിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? NK സാനുവാണ് ലഭിച്ച വ്യക്തി. ഇനി ലക്ഷദ്വീപിൽ വന്ന ഒരു നേവൽ ബേസ് ആണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുരക്ഷ ഭദ്രമാക്കാനും ഭീഷണികൾ നേരിടുവാനും ലക്ഷദ്വീപിലെ മിനിക്കോയിൽ നിലവിൽ വന്ന ഇന്ത്യൻ നേവി ബേസ് ഏതെന്നാണ്? ഇന്ത്യൻ നേവിയുടെ രണ്ടാമത്തെ നേവി ബേസ് ആണ്. ഇന്ത്യൻ നേവിയുടെ രണ്ടാമത്തെ നേവി ബേസ് ആണ് നമ്മൾ മിനിക്കോയിൽ വന്നിരിക്കുന്നത്. അതിന്റെ പേര് INS ജഡായു എന്നാണ്. അതിന്റെ പേര് എന്താണ്? INS ജഡായു എന്ന പേരാണ്. അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുരക്ഷ ഭദ്രമാക്കാനും ഭീഷണികൾ നേരിടുവാനും ലക്ഷദ്വീപിലെ മിനിക്കോയിൽ നിലയിൽ വന്ന ഇന്ത്യൻ നേവി ബേസ് ചോദിക്കണമെങ്കിൽ ഏതാണ്? INS ജഡായു എന്നാണ് പേര്. INS ജഡായു. എങ്കിൽ ആദ്യ നേവി ബേസ് ഒന്ന് ഓർത്തിരിക്കുക. INS പ്രക്ഷക എന്നാണ്. INS ദീപ് പ്രക്ഷക് എന്നാണ് അതിന് നൽകിയിരിക്കുന്ന പേര്. ഇതാണ് ആദ്യത്തത്. രണ്ടാമത്തത് ചോദിക്കണമെങ്കിൽ INS ജഡായു ആണ്. രണ്ടാമത്തത്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഒരു AI അധ്യാപികയാണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നന്നായിട്ടൊന്ന് നോക്കി വെച്ചേക്കുക. നമ്മളോട് AI ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. കേന്ദ്ര നീതി ആയോഗിന്റെ പദ്ധതിയായ അടൽ ടിങ്കറിംഗ് ലാബിന്റെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഭാഗമായി അങ്ങനെ കേരളത്തിൽ നിർമ്മിച്ച ആദ്യ AI അധ്യാപിക ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കുന്നു. കേന്ദ്ര നീതി ആയോഗിന്റെ പദ്ധതിയായ അടൽ ടിങ്കറിംഗ് ലാബിന്റെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ AI അധ്യാപിക ചോദിക്കുകയാണെങ്കിൽ ഐറിസ് ആണ്. AI അധ്യാപികയാണ്, ഐറിസ് ആണ്. ഐറിസ് അധ്യാപിക നിലയിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം സ്കൂളിലെ കല്ലമ്പലം KTCT സ്കൂളിലാണ് AI അധ്യാപിക നിലവിൽ വന്നത്. കല്ലമ്പലത്താണ് ഈ സ്കൂളിൽ നിന്ന് കല്ലമ്പലം KTCT സ്കൂളിലാണ് നിലവിൽ വന്നത്. അപ്പൊ തീർച്ചയായിട്ടും അധ്യാപികയുടെ പേര് ഒന്ന് ഓർത്തിരിക്കുക. ഐറിസ് എന്നാണ് പറയുന്നത്, ഐറിസ് എന്നാണ്. അപ്പൊ കേന്ദ്ര നീതി ആയോഗിന്റെ പാഠ്യപദ്ധതിയും കൂടിയാണ് അടൽ ടിങ്കറിംഗ് എന്ന് പറയുന്നത്. അതിന്റെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ AI അധ്യാപിക ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഐറിസ് ആണ്. ഇനി കേരള വനം വകുപ്പ് ആരംഭിച്ച ഒരു പദ്ധതിയാണ്. വനം കുറ്റകൃത്യങ്ങൾ തടയുവാനും ചെക്ക് പോസ്റ്റിലൂടെ പോകുന്ന മുഴുവൻ വാഹനങ്ങളുടെയും പരിശോധന ഉറപ്പുവരുത്തുകയും ഫോട്ടോ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി എന്തെന്നാണ്? കേരള വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഹാരിയർ എന്നാണ്. പദ്ധതിയുടെ പേരെന്താണ്? ഹാരിയർ എന്നാണ്. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കുന്നു. വനം കുറ്റകൃത്യങ്ങൾ തടയുവാനും ചെക്ക് പോസ്റ്റിലൂടെ പോകുന്ന മുഴുവൻ വാഹനങ്ങളുടെ പരിശോധന ഉറപ്പുവരുത്തുകയും ഫോട്ടോ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഹാരിയർ എന്ന് പറയുന്ന പദ്ധതി. അടുത്ത ദിവസം നോക്കിക്കേ, വീണ്ടും ഒരു പദ്ധതിയാണ്. ദൈനംദിന ജീവിതത്തിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരുന്ന കുടുംബങ്ങൾക്ക് പ്രൊഫഷണൽ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി എന്തെന്നാണ് ക്വസ്റ്റ്യൻ. കുടുംബശ്രീയുടെ ഒരു പദ്ധതിയാണ്. ദൈനംദിന ജീവിതത്തിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരുന്ന കുടുംബങ്ങൾക്ക് പ്രൊഫഷണൽ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് K4 കെയർ എന്ന് പറയുന്ന പദ്ധതി. K4 കെയർ പദ്ധതി ആരംഭിച്ചത് കുടുംബശ്രീ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വച്ചേക്കുക. ഇനി മറ്റൊരു പ്രധാന ഒരു ക്വസ്റ്റ്യൻ, 2023 കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര വിനോദസഞ്ചാരികൾ സന്ദർശിച്ച കേരളത്തിലെ ജില്ല ഏതെന്നാണ്? 2023 കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര വിനോദസഞ്ചാരികൾ സന്ദർശിച്ച കേരളത്തിലെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിലാണ്. ഈ എറണാകുളം ജില്ലയിൽ തന്നെയാണ് 2023 ആഭ്യന്തര വിനോദസഞ്ചാരികളും അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളും സന്ദർശിച്ച കേരളത്തിലെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഏത് തന്നെയാണ്? എറണാകുളം ജില്ല തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യനിലൂടെ നമുക്ക് നോക്കാം. ഒരു മൊബൈൽ ആപ്പാണ്. മൊബൈലിലൂടെ സൗജന്യമായിട്ട് നിയമസേവനം ലഭ്യമാക്കുവാൻ കേന്ദ്ര സാമൂഹിക നീതി വകുപ്പും CSCയും സംയുക്തമായിട്ട് ആരംഭിച്ച ആപ്പ് എന്നാണ്? CSC കോമൺ സർവീസ് സെന്റർ ആണ്. കോമൺ സർവീസ് സെന്ററും നീതി വകുപ്പും കേന്ദ്ര സാമൂഹിക നീതി വകുപ്പും കൂടി സംയുക്തമായിട്ട് നിർമ്മിച്ച ആപ്പ് ചോദിക്കുകയാണെങ്കിൽ ടെലിലോ 2.0 ആണ്. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കുന്നു. മൊബൈലിലൂടെ സൗജന്യമായിട്ട് നിയമസേവനം ലഭ്യമാക്കുവാൻ കേന്ദ്ര സാമൂഹ്യ നീതി വകുപ്പും CSCയും സംയുക്തമായി നിർമ്മിച്ച ആപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ടെലിലോ 2.0 ആണ് ആപ്പിന്റെ പേര്. അതൊരു മൊബൈൽ ആപ്പാണെന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. അടുത്ത ദിവസം നിങ്ങൾ ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽഫറി നിർമ്മിച്ചത് ആരെന്നാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽഫറി നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ആണ് നിർമ്മിച്ചിരിക്കുന്നത്. എവിടെയാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡ്. കൊച്ചിൻ ഷിപ്പ്യാർഡും 1972 കൊച്ചിൻ ഷിപ്പ്യാർഡും എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽഫറി നിർമ്മിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് കേരളത്തിലെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ആണ് നിർമ്മിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനോട് നോക്കിക്കോളൂ. 18 വയസ്സ് പൂർത്തിയായ വനിതകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന മഹിളാ സമ്മാൻ യോജന ആരംഭിച്ച കേന്ദ്രഭരണ പ്രദേശം അല്ലെങ്കിൽ ആരംഭിച്ച ഏത് സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാം അല്ലെ. സംസ്ഥാന പദവിയുള്ള കേന്ദ്രഭരണ പ്രദേശം കൂടിയാണ് ഡൽഹി. ആ ഡൽഹിയിലാണ് 18 വയസ്സ് പൂർത്തിയായ വനിതകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന മഹിളാ സമ്മാൻ യോജന ആരംഭിച്ച
കേന്ദ്രഭരണ പ്രദേശം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഡൽഹിയാണ് ആരംഭിച്ചിരിക്കുന്നത്. ആരാണ്? ഡൽഹിയാണ്. ഇനി തീർച്ചയായിട്ടും നമ്മളോട് ചോദിക്കാൻ ചാൻസ് കൂടുതലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ. രാജ്യത്തെ തന്നെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് ആരെന്നാണ്, അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്തത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചാൽ 2024 മാർച്ച് മാസം 6-ാം തീയതിയാണ് രാജ്യത്തെ തന്നെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണലാണ് ഉദ്ഘാടനം ചെയ്തത്. 2024 മാർച്ച് മാസം 6-ാം തീയതി ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. നരേന്ദ്രമോദിയാണ് അല്ലെ. ഇതെവിടെയാണ് നിലവിൽ വന്നു എന്ന് ഒന്ന് അറിഞ്ഞിരിക്കുക. വെസ്റ്റ് ബംഗാൾ അല്ലെ, കൊൽക്കത്തയിലാണ് ഇത് നിലവിൽ വന്നത്. ഏത് നദിക്ക് അടിയിലൂടെയാണ് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൂഗ്ലി നദിക്ക് അടിയിലൂടെയാണ് ഈ വാട്ടർ മെട്രോ പോകുന്നത്. ഇതിന്റെ ആകെ കിലോമീറ്റർ ചോദിക്കുകയാണെങ്കിൽ 16.6 കിലോമീറ്റർ ആണ് ആകെ കിലോമീറ്റർ. ഇത് ഭൂമിക്കടിയിലൂടെ 10.8 കിലോമീറ്റർ ഭൂമിക്കടിയിലൂടെ പോകുന്നു. നദിയിലൂടെ ഇത് 520 മീറ്റർ ആണ് സഞ്ചരിക്കുന്നത്. 520 മീറ്റർ ആണ് നദിയിലൂടെ, 520 മീറ്റർ ആണ്. അപ്പൊ രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് 2024 മാർച്ച് മാസം 6-ാം തീയതിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നു. എവിടെയാണ് വന്നു എന്ന് ചോദിച്ചാൽ വെസ്റ്റ് ബംഗാൾ കൊൽക്കത്തയിലാണ് ഇത് വന്നത്. ഏത് നദിയിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൂഗ്ലി നദിയിലാണ്. ആകെ കിലോമീറ്റർ ആണ് പറഞ്ഞത് 16.6 കിലോമീറ്റർ ആണ്. ആ 16.6-ൽ തന്നെ ഉണ്ട് ഒരു കാര്യം കൂടി ഓർക്കുക. ഇതിൽ എത്ര സ്റ്റേഷനാണ്? 6 സ്റ്റേഷൻസ് ആണ് പറയുന്നത്. 6 സ്റ്റേഷൻസ്. ഇനി ഇത് ഭൂമിക്കടിയിലൂടെ 10.8 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. നദിയിലൂടെ എത്രയെന്ന് ചോദിക്കുകയാണെങ്കിൽ 520 മീറ്റർ ആണ് നദിയിലൂടെ. അപ്പോ രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കൊൽക്കത്ത, അത് ഹൂഗ്ലി റിവറിലൂടെയാണ്. ഓർക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. SMS, വാട്സാപ്പ് മുഖേനയുള്ള വിവിധ തട്ടിപ്പുകളെ കുറിച്ചുള്ള വിവരങ്ങൾ എത്രയും പെട്ടെന്ന് അധികാരികൾക്ക് നൽകാനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി എന്തെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ SMS, വാട്സാപ്പ് മുഖേനയുള്ള വിവിധ തട്ടിപ്പുകൾ അല്ലെ, ഫോണിൽ ഏതെങ്കിലും ഒരു ലിങ്ക് വരും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയുന്നത്, പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒത്തിരി മെസ്സേജ് വരാറുണ്ട്. ഇതൊരു തട്ടിപ്പാണെന്ന് പിന്നീടായിരിക്കും ഒരുപക്ഷെ പലരും അറിയപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് അധികാരികൾക്ക് നൽകാനുള്ള കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ചക്ഷു എന്ന് പറയുന്ന പദ്ധതി. ചക്ഷു എന്ന് പറയുന്നതാണ് പദ്ധതിയുടെ പേര്. അപ്പൊ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കുന്നു. SMS, വാട്സാപ്പ് മുഖേനയുള്ള വിവിധ തട്ടിപ്പുകളെ കുറിച്ചുള്ള വിവരങ്ങൾ എത്രയും പെട്ടെന്ന് അധികാരികൾക്ക് നൽകാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ചക്ഷു എന്ന് പറയുന്ന പദ്ധതി. പദ്ധതി എന്ത് ചെയ്യുക, ഒന്ന് നന്നായിട്ട് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, അരുണാചൽ പ്രദേശിലെ 26-ാമത്തെ ജില്ലയായി പ്രഖ്യാപിച്ച ജില്ല ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 2024 മാർച്ചിൽ അരുണാചൽ പ്രദേശിന്റെ 26-ാമത്തെ ജില്ലയായിട്ട് പ്രഖ്യാപിച്ച ജില്ല ചോദിക്കുകയാണെങ്കിൽ KE പൻയൂർ ആണ്. KE പൻയൂർ ആണ്. അത് ഏത് സ്റ്റേറ്റിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശിലാണ്. എത്രാമത്തെ ജില്ലയായിട്ട് വന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ എത്രാമത്തെ ജില്ലയാണ്? 26-ാമത്തെ ജില്ലയായിട്ട് വന്നതാണ്. അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ നമുക്കറിയാം, ഇറ്റാനഗറാണ് അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ. ഓക്കെ. അപ്പോ അരുണാചൽ പ്രദേശിന്റെ 26-ാമത്തെ ജില്ലയായി പ്രഖ്യാപിച്ച ജില്ല ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? KE പൻയൂർ ആണ്. അത് മറ്റൊരു പ്രധാന ഒരു ക്വസ്റ്റ്യൻ ആണ്. രാജ്യത്തെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയെന്നാണ്. രാജ്യത്തെ തന്നെ ആദ്യത്തെ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം നിലയിൽ വരുന്നത് ബീഹാറിലെ പാട്നയിലാണ്. ബീഹാറിലെ ഗംഗാ നദിയിലാണ് നമ്മുടെ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം എന്ത് ചെയ്യുന്നത്, നിലയിൽ വരുന്നത്. ഇന്ത്യയുടെ ദേശീയ ജലജീവിയാണ് ഗംഗാ ഡോൾഫിൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ദേശീയ ജലജീവിയാണ് ഗംഗാ ഡോൾഫിൻ. അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം കൂടിയായിരുന്നു ഇത് അല്ലെ. 2024 10 ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ഗുജറാത്തിലെ വിമാനത്താവളം അല്ലെ. അംബാനിയുടെ മകന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് 10 ദിവസത്തേക്ക് ഒരു അന്താരാഷ്ട്ര പദവി ലഭിച്ച ഗുജറാത്തിലെ വിമാനത്താവളം ചോദിക്കണമെങ്കിൽ ജാംനഗർ വിമാനത്താവളമാണ്. 10 ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ഗുജറാത്തിലെ വിമാനത്താവളം ഏതാണ്? ജാംനഗർ. അപ്പൊ ജാംനഗർ വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നൊരു ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. എവിടെയാണ്? ഗുജറാത്തിലാണ് വിമാനത്താവളം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. തിരഞ്ഞെടുപ്പിൽ 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് നൽകിയിരിക്കുന്ന തപാൽ വോട്ട്
അപ്പോൾ 80 വയസ്സിന് മുകളിലായിരുന്നു പ്രായമായവർക്ക് തപാൽ വോട്ട് നൽകിയിരുന്ന സൗകര്യം. എത്ര വയസ്സായി കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തി എന്ന് ചോദിക്കുകയാണെങ്കിൽ 85 വയസ്സായി ഭേദഗതി വരുത്തി. അപ്പൊ 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് നൽകിയിരിക്കുന്ന തപാൽ വോട്ട് സൗകര്യം എത്ര വയസ്സായി കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓർക്കുക 85 വയസ്സായിട്ടാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത്. അടുത്തൊരു വേദിയാണ് ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസ് 2024 വേദി ചോദിക്കുകയാണെങ്കിൽ അത് ഗുരുഗ്രാമാണ്. ഗുരുഗ്രാം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരിയാനയിലാണ് ഗുരുഗ്രാം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഹരിയാനയിലാണ് ഗുരുഗ്രാം സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു പ്രധാന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2024 രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായിട്ടുള്ള വ്യക്തി ആരെന്നാണ്. 2024 രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായിട്ടുള്ള വ്യക്തിയാണ് സുധാമൂർത്തി എന്ന് പറയുന്നത്, അല്ലെ? 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തിയും കൂടിയാണ് സുധാമൂർത്തി. കൃതി ഗ്രാൻഡ് പാരന്റ്സ് ബാഗ് ഓഫ് സ്റ്റോറീസ് എന്ന് പറയുന്ന കൃതിക്കാണ് സുധാമൂർത്തിക്ക് ബാലസാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത്. ആ സുധാമൂർത്തിക്കാണ് 2024 രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത വ്യക്തിയായിട്ട് മാറുന്നത്. അപ്പൊ 2024 രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായിട്ടുള്ള വ്യക്തി മറക്കണ്ട, സുധാമൂർത്തിയാണ്. ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബൈലൈനിങ് റോഡ് ടണൽ ഏതാണ്? അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കാം ഇരട്ടവരി തുരങ്കം ഏതെന്നായിരിക്കും. ഇരട്ടവരി തുരങ്കം. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ബൈലൈൻ റോഡ് ടണലാണ് സെലാ ടണൽ എന്ന് പറയുന്നത്, അല്ലെ? സെലാ ടണൽ ഏത് സ്റ്റേറ്റിൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ അരുണാചൽ പ്രദേശിലാണ് സെലാ ടണൽ. ഓക്കെ, സെലാ ടണൽ സെല എന്ന് പറയുന്ന നഗരത്തെയും തവാങ് എന്ന് പറയുന്ന നഗരത്തെയും ബന്ധിപ്പിക്കുന്നതാണ് സെലാ ടണൽ. ചൈനയുമായിട്ട് എന്തെങ്കിലും ആഭ്യന്തര യുദ്ധം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗത്തിലൂടെ യുദ്ധം ചെയ്യാം എന്നുള്ള ഒരു നിരീക്ഷണത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്? സെലാ ടണൽ നിർമ്മിച്ചു എന്നിരിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബൈലൈനിങ് റോഡ് ടണൽ കൂടിയാണ് സെലാ ടണൽ. ഓർക്കുക, സെലാ ടണൽ ഏത് സംസ്ഥാനത്തെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് സംസ്ഥാനത്താണ്? അരുണാചൽ പ്രദേശിലാണ്. അപ്പോൾ അരുണാചൽ പ്രദേശിലെ സെലയിലും തവാങ്ങിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ സെലാ ടണൽ എന്ന് പറയുന്നത്. ഇനി വീണ്ടും ഒരു വേദിയാണ്. ഇന്ത്യ US മാരിടൈം സെക്യൂരിറ്റി എക്സസൈസ് സീ ഡിഫൻഡേഴ്സ് 2024 വേദി എവിടെ നിന്നാണ്? സീ ഡിഫൻഡേഴ്സ് 2024 വേദി ചോദിക്കുകയാണെങ്കിൽ പോർട്ട് ബ്ലെയറിലാണ് വേദി. ആൻഡമാൻ നിക്കോബാറിലെ പോർട്ട് ബ്ലെയറിലാണ്. സീ ഡിഫൻഡേഴ്സ് 2024 ഇന്ത്യയും USA അത് തമ്മിൽ നടന്ന മാരിടൈം എക്സസൈസ് എന്നുള്ള ഒരു കാര്യം ഓർത്ത് വെച്ചേക്കുക. നമ്മളോട് വേദി എവിടെയെന്നായിരിക്കും ചോദിക്കുക. വേദി പോർട്ട് ബ്ലെയറിലാണ് വേദിയായിരിക്കുന്നത്. അടുത്ത് നമ്മൾ വാങ്ങിച്ച ഒരു ഹെലികോപ്റ്ററാണ്. ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ MH-60R അല്ലെങ്കിൽ 60R സീഹോക്ക് ഹെലികോപ്റ്റർ ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്? 2024 നമ്മൾ അമേരിക്കയിൽ നിന്നും വാങ്ങിച്ച ഒരു ഹെലികോപ്റ്ററാണ് MH-60R എന്ന് പറയുന്ന സീഹോക്ക് ഹെലികോപ്റ്റർ. ഇത് നാവികസേനയുടെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. ഹെലികോപ്റ്റർ നമ്മൾ ഏത് രാജ്യത്ത് നിന്നും വാങ്ങിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് രാജ്യമാണ്? അമേരിക്ക, US നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാങ്ങിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു വേദിയാണ്. ഇന്ത്യ മലേഷ്യ സംയുക്ത സമുദ്രാഭ്യാസമായ സമുദ്ര ലക്ഷ്മണ 2024 വേദി. സമുദ്ര ലക്ഷ്മണ 2024 വേദി ചോദിക്കുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ് വേദിയായിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ് വേദിയായിരിക്കുന്നത്. അപ്പൊ സമുദ്ര ലക്ഷ്മണ 2024 ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു? അത് ഇന്ത്യയോടൊപ്പം മലേഷ്യയുമായിരുന്നു. വേദി എവിടെയായിരുന്നു? വിശാഖപട്ടണത്താണ് വേദിയായിരിക്കുന്നത്. അടുത്ത വീണ്ടും ഒരു വേദിയാണ്. പ്രഥമ ഇന്ത്യൻ പാഡിൽ ഫെസ്റ്റിവലിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ മാംഗ്ലൂരാണ്, മംഗലാപുരമാണ്, കർണാടകയിലാണ് വേദിയായിരിക്കുന്നത്. കർണാടകയിൽ എവിടെയാണ്? മാംഗ്ലൂരിലാണ് വേദിയായിരിക്കുന്നത്. പ്രഥമ ഇന്ത്യൻ പാഡിൽ ഫെസ്റ്റിവൽ ആണ് വേദിയായിരിക്കുന്നത്. എവിടെയാണ്? മാംഗ്ലൂർ, കർണാടകയിലാണ്.
ഇനി മറ്റൊരു പ്രധാന ഒരു ക്വസ്റ്റ്യൻ ആണ്, നൂറൽ ഇസ്ലാം സർവകലാശാല വൈസ് ചാൻസലറായി ചുമതലയേറ്റ വ്യക്തി ആരെന്നാണ്, അല്ലെ? നൂറൽ ഇസ്ലാം സർവകലാശാല വൈസ് ചാൻസലറായി ചുമതലയേറ്റ വ്യക്തിയാണ് ടെസ്സി തോമസ്, അല്ലെ? ടെസ്സി തോമസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ടെസ്സി തോമസ്. അല്ലാതെ നമ്മൾ കേട്ടിട്ടുണ്ട് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ, മിസൈൽ വനിത, അല്ലെ? വനിത എന്നറിയപ്പെടുന്ന വ്യക്തിയും ടെസ്സി തോമസ് ആണ്. ആ ടെസ്സി തോമസ് ആണ് നൂറൽ ഇസ്ലാം സർവകലാശാല വൈസ് ചാൻസലറായി ചുമതലയേറ്റു. നൂറൽ ഇസ്ലാം സർവകലാശാലയുടെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? കന്യാകുമാരിയിലാണ് ആസ്ഥാനമായിരിക്കുന്നത്. അടുത്തൊരു പുസ്തകമാണ്. ഇദ്ദേഹം അന്തരിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഇറങ്ങിയിരിക്കുകയാണ്. ലോകപ്രശസ്ത എഴുത്തുകാരനായ ഗബ്രിയേൽ ഗാർസിയ മാർക്കോസിന്റെ അവസാന നോവൽ ഏതെന്നാണ്. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ലോകപ്രശസ്തനായ എഴുത്തുകാരനായിട്ടുള്ള ഗബ്രിയേൽ ഗാർസിയ മാർക്കോസിന്റെ അവസാന നോവൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൻറ്റിൽ ഓഗസ്റ്റ് എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ അവസാന നോവൽ. ഏതാണ്? അൻറ്റിൽ ഓഗസ്റ്റ് ആണ്, അല്ലെ? ഇദ്ദേഹം അന്തരിച്ചു 2014. ഇദ്ദേഹം അന്തരിക്കുന്നത് 2014. അദ്ദേഹത്തിന്റെ ഒരു നോവൽ പുറത്തിറങ്ങിയിരിക്കുകയാണ്, അൻറ്റിൽ ഓഗസ്റ്റ് എന്ന് പറയുന്ന നോവലാണ്. ഇദ്ദേഹത്തിന് 1982 സാഹിത്യത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്, അല്ലെ? ഇദ്ദേഹത്തിന് സാഹിത്യത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് 1982. ഇദ്ദേഹത്തിന്റെ 2 പ്രധാന പുസ്തകങ്ങൾ PSC നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് ഏകാന്തതയുടെ 100 വർഷങ്ങൾ, മറ്റൊന്ന് കോളറക്കാലത്തെ പ്രണയം എന്ന് പറയുന്നത്, അല്ലെ? ഈ 2 പുസ്തകങ്ങളും PSC നമ്മളോട് ചോദിച്ചതാണ്. ഏകാന്തതയുടെ 100 വർഷങ്ങളും കോളറക്കാലത്തെ പ്രണയം എന്ന് പറയുന്ന പുസ്തകം ആരുടെ പുസ്തകമാണ്? ഗബ്രിയേൽ ഗാർസിയ മാർക്കോസിന്റെ പുസ്തകമാണ്. ഓക്കെയാണ്. അദ്ദേഹത്തിന്റെ ഒരു നോവൽ അവസാനമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്, അൻറ്റിൽ ഓഗസ്റ്റ് ആണ്. ഒരുപക്ഷെ ഈ വരുന്ന എൽഡിക്ക് ഇതായിരിക്കും നമ്മളോട് ചോദിക്കുക. അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിക്കുന്നു. 1982 അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്? നൊബേൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത്. അടുത്ത മറ്റൊരു പ്രധാന ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ നിരന്തരം വിമർശിക്കുന്നതിനെ തുടർന്ന് റഷ്യയുടെ സാമ്പത്തിക നിരീക്ഷണ വിഭാഗം തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മുൻ ലോക ചെസ് ചാമ്പ്യൻ ആര് എന്നാണ്. റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ പുടിനെ നിരന്തരം വിമർശിച്ചതുകൊണ്ട് ഗാരി കാസ്പറോവിനെ റഷ്യയുടെ സാമ്പത്തിക നിരീക്ഷണ വിഭാഗം അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു? തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ചോദിക്കാം, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ നിരന്തരം വിമർശിച്ചതിനെ തുടർന്ന് റഷ്യയുടെ സാമ്പത്തിക നിരീക്ഷണ വിഭാഗം തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മുൻ ലോക ചെസ് ചാമ്പ്യൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? അത് ഗാരി കാസ്പറോവ് ആണ്. അദ്ദേഹത്തിന് ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്നു. 1980 ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ച വ്യക്തിയും കൂടിയാണ് ഗാരി കാസ്പറോവ് എന്ന് പറയുന്ന വ്യക്തി. ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ദിവസം നോക്കിക്കോളൂ. നാറ്റോയിൽ അംഗമാകുന്ന രാജ്യമാണ്, അല്ലെ? നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിൽ അംഗമായ 32ാമത്തെ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സ്വീഡനാണ്. 32ാമത്തെ രാജ്യം ചോദിക്കുകയാണെങ്കിൽ സ്വീഡനാണ്. നാറ്റോ 1949 രൂപീകരിച്ച സംഘടനയാണ് നാറ്റോ. ആസ്ഥാനം ബെൽജിയത്തെ ബ്രസൽസ് ആണ് ആസ്ഥാനമായിട്ട് വന്നിരിക്കുന്നത്, അല്ലെ? 32ാമതായിട്ട് അംഗമായ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ സ്വീഡനും. 31ാമതായി നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. ഏത് രാജ്യമാണ്? ഫിൻലാൻഡ് ആണ്. 31ാമതായിട്ട് അംഗമായ രാജ്യം ഏതാണ്? ഫിൻലാൻഡ് ആണ്. അപ്പൊ നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യം ചോദിച്ചാൽ സ്വീഡനും, 31ാമതായിട്ട് അംഗമായിട്ടുള്ള രാജ്യം ഏതാണ്? ഫിൻലാൻഡ് ആണ്. നാറ്റോ രൂപീകരിക്കുന്നത് 1949 ഏപ്രിൽ മാസം 4-ാം തീയതിയാണ്. 49 ഏപ്രിൽ 4-നാണ്. ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? ബ്രസൽസ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഗർഭഛിദ്രം ഭരണഘടന അവകാശമാക്കി മാറ്റിയ ആദ്യ രാജ്യമായതെന്നാണ്. മുന്നേ ഇത് നിയമം നിലവിലുണ്ടായിരുന്നു. ഈ രാജ്യം എന്ത് ചെയ്യുന്നു? ഇത് ഭരണഘടന അവകാശമാക്കി മാറ്റിയിരിക്കുകയാണ് ഗർഭഛിദ്രം എന്ന് പറയുന്നത്. ആദ്യ രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഫ്രാൻസ് ആണ്. ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 2024 ഫെബ്രുവരിയിലെ ബ്ലൂംബെർഗിന്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ധനികനായ വ്യക്തിയാണെന്നാണ്, അല്ലെ?
എലോൺ മസ്കിനെ 2ാം സ്ഥാനത്താക്കി ബ്ലൂംബെർഗിന്റെ റിപ്പോർട്ടിൽ ഏറ്റവും ധനികനായിട്ടുള്ള വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ജെഫ് ബെസോസ് ആണ്. നമുക്കറിയാം ആമസോണിന്റെ വ്യക്തിയാണ് ജെഫ് ബെസോസ്. അദ്ദേഹമാണ് 2024 ഫെബ്രുവരിയിലെ ബ്ലൂംബെർഗിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിക്കോളൂ, ഒരു വേദിയാണ് ലോക വ്യാപാര സംഘടനയുടെ 13ാമത് മന്ത്രിതല സമ്മേളനത്തിന് വേദിയായത് എവിടെയെന്നാണ്. ലോക വ്യാപാര സംഘടനയുടെ 13ാമത് മന്ത്രിതല സമ്മേളനത്തിന് വേദിയായത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബുദാബിയിലാണ് വേദിയായിരിക്കുന്നത്. ലോക വ്യാപാര സംഘടന 1995 ജാനുവരി മാസം 1-ാം തീയതിയാണ് രൂപീകരിക്കുന്നു. ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? ജനീവയല്ലേ. ആസ്ഥാനം ജനീവയിലാണ് ആസ്ഥാനമായിരിക്കുന്നത്. 13ാമത് മന്ത്രിതല സമ്മേളനത്തിന് വേദിയായത് അബുദാബിയിലാണ്. ഇതിനോടൊപ്പം WTOയിലും 2024 ലോക വ്യാപാര സംഘടനയിൽ അംഗമായ രാജ്യങ്ങൾ ഏതൊക്കെയെന്നാണ്? ഒരു രാജ്യം കോമറോസ് എന്ന് പറയുന്ന രാജ്യം, മറ്റൊന്ന് തിമൂർ ലെസ്റ്റ എന്നാണ്. നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളത് ഈസ്റ്റേൺ തിമൂർ എന്നാണ്. അതിന് മറ്റൊരു പേരാണ് തിമൂർ ലെസ്റ്റ എന്നത്. അപ്പൊ 2024 13ാമത് ലോക വ്യാപാര സംഘടനയിൽ മന്ത്രിതല യോഗവുമായി ബന്ധപ്പെട്ട് അംഗമായിട്ടുള്ള 2 രാജ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഒന്ന് കോമറോസും മറ്റൊന്ന് കിഴക്കൻ തിമൂർ എന്നോ അല്ലെങ്കിൽ തിമൂർ ലെസ്സ എന്നെന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം PS ചോദിച്ചതാണ്, മറക്കണ്ട, ജനീവയാണ് ആസ്ഥാനം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്തിടെ തിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. രാജ്യം ഏതെന്നാണ് അല്ലെ? തിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യമാണ് ചൈന. ഈ കഴിഞ്ഞ 2023 സെപ്റ്റംബർ മാസം 10-ാം തീയതിയാണ് ക്ലോണിങ്ങിന്റെ പിതാവായിട്ടുള്ള ഇയാൻ വിൽമുട്ട് അന്തരിച്ചത്. അപ്പൊ അദ്ദേഹം അന്തരിച്ച വർഷം കൂടി ഒന്ന് ഓർത്തിരിക്കുക. ക്ലോണിങ്ങിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ഇയാൻ വിൽമുട്ടാണ്. അദ്ദേഹം അന്തരിക്കുന്നത് 2023 സെപ്റ്റംബർ മാസം 10-നാണ്. തിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ചൈനയാണ്. ക്ലോണിങ്ങിലൂടെ പറഞ്ഞ ആദ്യ ആട് നമുക്കറിയാം. ക്ലോണിങ്ങിലൂടെ പറഞ്ഞ ആദ്യ ആടാണ് യുവാൻ അല്ലെ? ക്ലോണിങ്ങിലൂടെ പറഞ്ഞ ആദ്യ ആടാണ് യുവാൻ എന്ന് പറയുന്നു. ക്ലോണിങ്ങിലൂടെ പറഞ്ഞ ആദ്യ ചെമ്മരിയാണ് അറിയപ്പെടുന്ന പേരാണ് ഡോളി. അതും കൂടി ഒന്ന് ഓർക്കുക. ഇനി നാം നോക്കിയുള്ളൂ, പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തി ആരെന്നാണ് ക്വസ്റ്റ്യൻ. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ഷഹബാസ് ഷെരീഫ് ആണ്. ഒന്ന് ഓർത്തിരിക്കുക, ഇന്ത്യയുടെ അയൽ രാജ്യം കൂടിയാണ്. അപ്പൊ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ 2024 ആരാണ്? ഷഹബാസ് ഷെരീഫാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത്. ഇനി നമുക്ക് ഈ ആഴ്ചയിൽ ഒരു വിയോഗമാണ്. 2024 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത മലയാളി ചിത്രകാരൻ ആരെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 2024 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത മലയാളി ചിത്രകാരൻ ചോദിക്കുകയാണെങ്കിൽ NK ജോസ് ആണ്. അദ്ദേഹത്തിന്റെ പേര് NK ജോസ് ആണ്. ഇദ്ദേഹം അറിയപ്പെടുന്നത് ദളിത് ബന്ധു അല്ലെ? ദളിത് ബന്ധു എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് നമ്മളോട് ചോദിക്കാം. ദളിത് ബന്ധു എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാളി ചിത്രകാരൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? NK ജോസ് ആണ്. അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് 2024. നമുക്കിനി ഈ ആഴ്ചയിലെ പ്രധാന ദിനങ്ങളിലോട്ടാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമുക്ക് പ്രധാന ദിനങ്ങൾ നോക്കാം. അതിലൊന്ന് മാർച്ച് 3 എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ലോക വന്യജീവി ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നു. അപ്പൊ മാർച്ച് 3 തന്നെയാണ് ലോക കേൾവി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. മാർച്ച് 3 തന്നെയാണ്. അപ്പൊ മാർച്ച് 3 നമുക്ക് 2 പ്രധാന ദിനങ്ങളാണ്. ഒന്ന് ലോക വന്യജീവി ദിനം, മറ്റൊന്ന് ലോക കേൾവി ദിനമായിട്ട് ആചരിക്കുന്നു. ഇനി മാർച്ച് 4 നമ്മൾ ദേശീയ സുരക്ഷാ ദിനമായിട്ട് ആചരിക്കുകയാണ്. എന്നാണ് നമ്മൾ ദേശീയ സുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നു എന്ന് ചോദിച്ചാൽ മാർച്ച് 4. ദേശീയ സുരക്ഷാ വാരമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 4 to മാർച്ച് 10 നമ്മൾ ദേശീയ സുരക്ഷാ വാരമായിട്ട് ആചരിക്കുകയാണ്. ദേശീയ സുരക്ഷാ വാരമായിട്ട് ആചരിക്കുന്നു. മാർച്ച് 4 to 10 ആണ്. ഇനി നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാന ദിനമാണ് മാർച്ച് 8 അല്ലെ? മാർച്ച് 8 നമ്മൾ എന്ത് ദിനമാണ്? ലോക വനിതാ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ലോക വനിതാ ദിനം ചോദിക്കുകയാണെങ്കിൽ എന്നാണ്? മാർച്ച് 8 ആണ് ലോക വനിതാ ദിനമായിട്ട് ആചരിക്കുന്നു. 2024 മാർച്ച് 8 ലോക വനിതാ ദിനത്തിന്റെ തീം ചോദിക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നാണ് തീം. ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ തീം.
എന്നാണ് ദേശീയ വനിതാ ദിനം ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്? അത് ഫെബ്രുവരി മാസം 13-ാം തീയതിയാണ് നമ്മൾ ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പൊ ലോക വനിതാ ദിനം എന്ന് ചോദിച്ചാൽ എന്നാണ്? മാർച്ച് 8. തീം ഓർക്കുക, ഇൻവെസ്റ്റ് ഇൻ വുമൺ, ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്ന് പറയുന്നതാണ് ഇപ്രാവശ്യത്തെ തീം. നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാന കായികത്തിലോട്ട് മെല്ലെ പ്രവേശിക്കുകയാണ്. 2024 പ്രോ കബഡി ലീഗ് ജേതാക്കൾ ആരെന്നാണ്? 2024 പ്രോ കബഡി ലീഗ് ഹൈദരാബാദിൽ ഹൈദരാബാദിലായിരുന്നു നടന്നത്. കബഡി ലീഗ് ജേതാക്കൾ ചോദിക്കുകയാണെങ്കിൽ പൂനേരി പൾട്ടൻ ആണ് ജേതാക്കൾ. പൂനേരി പൾട്ടൻ ആണ്. ഫൈനലിൽ പാട്ന പൈറേറ്റ്സിനെയാണ് തോൽപ്പിച്ചത്. ഫൈനലിൽ പാട്ന പൈറേറ്റ്സിനെ തോൽപ്പിച്ചു. പൂനേരി പൾട്ടൻ എന്ത് ചെയ്യാണ്? 2024 പ്രോ കബഡി ലീഗ് ജേതാക്കളായി. ഇനി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 2024 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 മത്സരം, ടെസ്റ്റ് ക്രിക്കറ്റിൽ 100 മത്സരം പൂർത്തിയാക്കിയ ഇന്ത്യൻ താരമാരെന്നാണ്? 2024 അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ 100 മത്സരം പൂർത്തീകരിച്ച ഇന്ത്യൻ താരം രവിചന്ദ്രൻ അശ്വിനാണ്. രവിചന്ദ്രൻ അശ്വിനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം കൂടിയാണ്. ടെസ്റ്റിൽ 500 വിക്കറ്റ് നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരം കൂടിയാണ്, അല്ലെ 500 വിക്കറ്റ് നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരം കൂടിയാണ് രവിചന്ദ്രൻ അശ്വിൻ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 2023-2024 വർഷത്തെ യുവേഫ വനിതാ നേഷൻസ് ലീഗ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഏതെന്നാണ്? വനിതാ നേഷൻസ് ലീഗ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ സ്പെയിൻ ആണ്. ഏത് രാജ്യമാണ്? സ്പെയിൻ ആണ്. വേദിയും എവിടെയായിരുന്നു? വേദി സ്പെയിനിലായിരുന്നു വേദി. ഫൈനലിൽ ആരെ തോൽപ്പിക്കുന്നു? ഫ്രാൻസിനെ തോൽപ്പിച്ച് സ്പെയിൻ കപ്പ് നേടുകയാണ്. അപ്പൊ 2023-2024 വർഷത്തെ യുവേഫ വനിതാ നേഷൻസ് ലീഗ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ സ്പെയിൻ ആണ്. വേദിയും എവിടെയായിരുന്നു? വേദി സ്പെയിനിൽ തന്നെയാണ് വേദി. സ്പെയിനിലാണ് വേദിയായിരുന്നത്. ഫൈനലിൽ ആരെ തോൽപ്പിക്കുകയാണ്? ഫ്രാൻസിനെ തോൽപ്പിക്കുകയാണ്. ഇതാ 2024 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ 1-ാം സ്ഥാനം നേടിയത് ആരെന്നാണ്? 2024 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ 1-ാം സ്ഥാനം നേടിയത് ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയാണ്. 2023 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റിയാണ്. 2024 നമ്മൾ നടത്തി. ഗെയിംസിൽ 1-ാം സ്ഥാനം നേടിയ യൂണിവേഴ്സിറ്റി ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയാണ്. വേദി നമ്മൾ പഠിച്ചതാണ്. അസമിലെ ഗുവാഹത്തിയാണ് വേദി. അസമിലെ ഗുവാഹത്തിയായിരുന്നു വേദിയായിരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ 700 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ പേസ് ബോളർ ആരെന്നാണ്? സാധാരണ സ്പിൻ ബോളേഴ്സ് ആണ് വിക്കറ്റ് എല്ലാം സ്വന്തമാക്കി കൊണ്ടുപോകുന്നത്. അങ്ങനെ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ 700 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ പേസ് ബോളർ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ജെയിംസ് ആൻഡേഴ്സൺ ആണ്. ജെയിംസ് ആൻഡേഴ്സൺ ഏത് രാജ്യത്തിന്റെ കളിക്കാരൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് താരമാണ് ജെയിംസ് ആൻഡേഴ്സൺ. ഇന്ത്യക്കെതിരെ നടക്കുന്ന ടെസ്റ്റ് ക്രിക്കറ്റിലാണ് അദ്ദേഹം 700 വിക്കറ്റ് എന്നുള്ള നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഇനി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. വനിതാ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും വേഗതയേറിയ ബോൾ എറിഞ്ഞ താരം ആരെന്നാണ്? വനിതാ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും വേഗതയേറിയ ബോൾ എറിഞ്ഞ താരം ചോദിക്കുകയാണെങ്കിൽ ഷബ്നം ഇസ്മായിൽ ആണ്. എറിഞ്ഞത് ആരാണ്? ഷബ്നം ഇസ്മായിൽ ആണ് എറിഞ്ഞിരിക്കുന്നത്. ഷബ്നം ഇസ്മായിൽ ഇന്ത്യ വനിതാ പ്രീമിയം ലീഗിലാണ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഷബ്നം ഇസ്മായിൽ 131.1 കിലോമീറ്റർ വേഗതയിലാണ് ബോൾ എറിഞ്ഞിരിക്കുന്നത്. ഏത് ഇന്ത്യൻ വനിതാ പ്രീമിയം ലീഗിൽ ഏത് ടീമിന് വേണ്ടി കളിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയിട്ടാണ് കളിക്കുന്ന താരം. ആർക്കെതിരെ എറിഞ്ഞു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡൽഹി ക്യാപിറ്റൽസിനാണ് എറിഞ്ഞിരിക്കുന്നത്. ഇനി ഈ ഷബ്നം ഇസ്മായിൽ ഏത് രാജ്യത്തിന്റെ പ്ലെയർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് രാജ്യമാണ്? സൗത്ത് ആഫ്രിക്കൻ പ്ലെയർ ആണ് ഷബ്നം ഇസ്മായിൽ. അപ്പൊ വനിതാ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും വേഗതയേറിയ ബോൾ എറിഞ്ഞ താരം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷബ്നം ഇസ്മായിൽ ആണ്. ഷബ്നം ഇസ്മായിൽ ഏത് രാജ്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയാണ്. എത്ര കിലോമീറ്റർ വേഗതയിൽ എറിഞ്ഞു എന്നാണ് കാണിക്കുന്നത്? 131.1 കിലോമീറ്റർ സ്പീഡിലാണ് ബോൾ പോയിരിക്കുന്നത്. ഏത് ടീമിന് വേണ്ടി കളിക്കുന്നു? പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിന്റെ താരമാണ്. ഏത് ടീമിനെതിരെ എറിഞ്ഞു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെയാണ് ബോൾ എറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏകദേശം മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലും അതിന് മുമ്പിലത്തെ നമുക്ക് 5 ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ തന്നതൊന്നും മാറിപ്പോയായിരുന്നു. നമുക്ക് അതിന്റെ ആൻസർ എന്ത് ചെയ്യാം, ഒന്ന് ഇന്ന് നമുക്ക് നോക്കാം അല്ലേ. അതിലൊന്ന് നോക്കിക്കോളൂ. 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടൻ ആരെന്നായിരുന്നു ക്വസ്റ്റ്യൻ. മികച്ച നടൻ ആരായിരുന്നു? മമ്മൂട്ടിയായിരുന്നു. 37ാമത് ദേശീയ ഗെയിംസിന്റെ വേദിയായിരുന്നതാണ് ചോദിച്ചത്. എവിടെയാണ്? ഗോവയാണ് വേദിയായിരുന്നത്. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിന്റെ പുതിയ പേര് ചോദിക്കുകയാണെങ്കിൽ അഹല്യ നഗർ എന്ന പേരിലായിരുന്നു. കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പുതിയ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഭീം ആണ് അല്ലേ. ഭാരത് ഇന്റർഫേസ് ഫോർ മണി എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാർക്ക് സൗജന്യമായി ഈ ഓട്ടോ നൽകുന്ന പദ്ധതിയാണ് സ്നേഹയാനം പദ്ധതി എന്ന് പറയുന്നത്. ആൻസർ അയച്ച എല്ലാവർക്കും നന്ദി. ശേഷം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നൽകിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. MS സ്വാമിനാഥൻ കാർഷികാശ്രയ പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ 2023 ആർക്ക് നൽകുകയാണ്? അത് ചെറുവയൽ രാമനാണ് നൽകിയിരിക്കുന്നത്. പിന്നെ പറഞ്ഞു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിന്റെ നായകനാകുന്ന ആദ്യ മലയാളി വനിതാ താരം ചോദിച്ചു കഴിഞ്ഞാൽ അത് മിന്നുമണിയാണ്. ഓർത്ത് വെച്ചേക്കാൻ നമ്മളോട് ചോദിക്കാം. പിന്നെ പറഞ്ഞു ഗുജറാത്ത് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക മത്സ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഗോലാണ് ഗുജറാത്ത് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക മത്സ്യം. പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അന്താരാഷ്ട്ര ചലച്ചിത്രമേളയായ IFFK അല്ലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ സംവിധായകൻ ആരെന്ന് ചോദിക്കണമെങ്കിൽ ക്രിസ്റ്റോഫ് സനൂസിയാണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ സംവിധായകൻ. ആദായ നികുതി വകുപ്പ് കൊച്ചിയിൽ നിർമ്മിച്ച പുതിയ ഓഫീസ് മന്ദിരത്തിന്റെ പേരാണ് ഐക്കർ ഭവൻ എന്ന പേരിലാണ്. ഐക്കർ ഭവൻ ഉദ്ഘാടനം ചെയ്തത് നിർമ്മല സീതാരാമനായിരുന്നു. നിർമ്മല സീതാരാമനാണ് ഉദ്ഘാടനം ചെയ്തത്. നിർമ്മല സീതാരാമൻ. അപ്പൊ നമുക്ക് ഈ ആഴ്ചയിലെ ഒരു 5 ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. കേരളത്തിൽ നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രി ആയിരുന്നാണ് ക്വസ്റ്റ്യൻ. ജലഗതാഗത വകുപ്പ് മന്ത്രി ആയിരുന്നാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത വർഷം എന്നാണ് 2ാമത്തെ ക്വസ്റ്റ്യൻ. ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. 3 ആദിത്യ L1 വിക്ഷേപിച്ചത്. ആദിത്യ L1 വിക്ഷേപിച്ചത് എന്നാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ. 5ാമത്തത് 2023 ബുക്കർ പുരസ്കാരത്തിന് അർഹനായ ഐറിഷ് എഴുത്തുകാരൻ ആരെന്നാണ് ക്വസ്റ്റ്യൻ. ബുക്കർ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള ഐറിഷ് എഴുത്തുകാരൻ ചോദിച്ചിരുന്നു. ഓക്കെ, ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒന്ന് അറ്റൻഡ് ചെയ്യുക, ഒപ്പം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.